യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റാരേക്കാളും നിങ്ങളേവരേക്കാളും ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു മേന്മ ഉണ്ടായത് കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അനന്തമായ ഒരു കൃപ, ദൈവത്തിൻ്റെ വലിയ കരുണ എൻ്റെ മേൽ വന്നു എന്നുള്ളതായ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നുള്ളതായ ഒരൊറ്റ കാരണം മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ. ഞാൻ തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു സമയം, ആ സമയത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കണം. യേശുവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കണമെന്നാണ് ആ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഇപ്രകാരം ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. D.L. മൂഡി ഒരു സ്ഥലത്ത് തൻ്റെ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. യോഗം അവസാനിച്ചപ്പോൾ ഒരു നോർവേക്കാരനായ ഒരു ബാലൻ, ചെറുപ്പക്കാരനാണ്, ബാലനാണ്, അവന് യേശുവിനെ ഒന്ന് ഉയർത്തണമെന്ന്, തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവം ഒന്ന് പറയണമെന്ന് ഒരാഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ആ ശുശ്രൂഷ അവസാനിച്ചതിന് ശേഷം, D.L. മൂഡിയുടെ പ്രസംഗം അവസാനിച്ചതിന് ശേഷം ഈ ആവശ്യം D.L. മൂഡിയോട് അദ്ദേഹം പറയുകയും, ആ പയ്യൻ പറയുകയും, ആ ബാലൻ അത് പറയുകയും, അങ്ങനെ അവന് യേശുവിനെ സാക്ഷിക്കുവാൻ ഒരവസരം കൊടുക്കുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് നിന്നു, സദസ്സിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അവൻ്റെ വായിൽ നിന്ന് ഒരു വാക്കും പുറത്തേക്ക് വരുന്നില്ല. ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നുണ്ട്, രക്ഷയുടെ അനുഭവമാണ്. പക്ഷേ അവൻ്റെ വായിൽ ഒരു വാക്കും വരുന്നില്ല. ഒടുവിൽ അവൻ ഇപ്രകാരം മാത്രം പറഞ്ഞു: എൻ്റെ നാമത്തെ മനുഷ്യരുടെ മുമ്പിൽ ഉയർത്തുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും അവനെ ഉയർത്തുമെന്നുള്ള ആ വചനം വെച്ചുകൊണ്ട് ആ ബാലൻ ഇത്ര മാത്രം പറഞ്ഞു: യേശു എനിക്ക് രക്ഷ തന്നു, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞാനിവിടെ നിൽക്കുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ, ഒത്തിരി കാര്യങ്ങൾ പറയാനാണ് വന്നത്, പക്ഷെ എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശു എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു, യേശു എനിക്ക് രക്ഷയുടെ അനുഭവം തന്നു, യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത്രയും പറഞ്ഞ് ആ ബാലൻ തൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് D.L. മൂഡി പറയുകയുണ്ടായി, അത് കേട്ടുകൊണ്ടിരുന്ന വലിയൊരു കൂട്ടം ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് വലിയൊരു ഉണർവിന് ആ വാക്കുകൾ കാരണമായി. അനേകർക്ക് യേശുക്രിസ്തുവിനെ ലഭിക്കുവാൻ ആ ചെറിയ വാക്കുകൾ ഇടയായി തീർന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് ആ ബാലൻ പറഞ്ഞതായ ഏതാനും ചില വാക്കുകൾ അത് സ്വർഗത്തിലെ ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിലും ഞാൻ ഇന്ന് പഠിച്ച ഒരു പാഠമാണ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ അതിന് തക്കതായ ഒരു ഉദാഹരണം നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം മുതൽ ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗിക്ക് കർത്താവായ യേശുക്രിസ്തു സൗഖ്യം നൽകിയതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠരോഗം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണി വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠരോഗം അവനെ വിട്ടുമാറി. അവൻ അവനോട്, ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. ദൈവത്തിന് സ്തോത്രം. ഇതേ ഭാഗം തന്നെ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം മുതലും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്:
ആ കുഷ്ഠരോഗിക്ക് യേശു സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനെ കർത്താവ് ശാസിച്ചു, ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, 45 വാക്യം മുതൽ 1:45. അവനോ പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിനെ പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ്ക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ ഇതാരോടും പറയരുത് എന്ന്, നീ ഇപ്പോൾ ഇത് സാക്ഷിക്കരുത് എന്ന്. എന്നാൽ അവൻ പോയി എല്ലാവരോടും ഇത് പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങി. അവൻ തന്നെ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. എന്ത് സംഭവിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിന് യെരുശലേമിൽ കടക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ യേശുവിന് നിർജ്ജന പ്രദേശത്തുകൂടി, ആളുകളില്ലാത്ത സ്ഥലത്തുകൂടി നടക്കേണ്ടതായിട്ട് വന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് അവിടെ ഒരു തടസ്സം വന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നാം അതിൻ്റെ തുടക്കത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, അവന് കിട്ടിയ അനുഭവം വളരെ വലുതാണ്. നിസ്സാരമായ ഒരു അനുഭവമല്ല അവന് കർത്താവിൽ നിന്ന് ലഭിച്ചത്. എല്ലാവരുടെയും മുമ്പിൽ സാക്ഷിക്കേണ്ട ഒരനുഭവം തന്നെയാണ് അവന് ലഭിച്ചത്. നാം വായിച്ചത് ഇപ്രകാരമാണ്, കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ണു വീണു. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ശരീരം മുഴുവനും കുഷ്ഠം നിറഞ്ഞിരിക്കുന്ന അനുഭവം. അന്ന് നമുക്കറിയാം, കുഷ്ഠരോഗികൾക്ക് പരസ്യമായി നടക്കുവാൻ അനുവാദമില്ല. കുഷ്ഠമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മറ്റു മനുഷ്യരുടെ അടുക്കൽ വരുവാൻ അനുവാദമില്ല. അവർക്ക് വേണ്ടി മാത്രം ആക്കി വെച്ചിരിക്കുന്നതായ സ്ഥലമുണ്ട്, അവരെ പാർപ്പിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ മാത്രമേ നടക്കാൻ അനുവാദമുള്ളൂ. അതൊരുപക്ഷെ ഒരു ഗുഹയായിരിക്കാം, അതല്ലെങ്കിൽ അടച്ചിട്ട ഒരു സ്ഥലമായിരിക്കാം. അങ്ങനെ അവർക്ക് അവിടെ മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എന്തോ ഈ മനുഷ്യൻ യേശുവിനെ കാണുവാൻ ഇടയായിത്തീർന്നു. അവനെക്കുറിച്ച് വായിക്കുന്നത് കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യനെന്നാണ്. ശരീരം മുഴുവനും കുഷ്ഠം നിറഞ്ഞ ഒരനുഭവം. ദൈവമക്കളെ, മറ്റുള്ള മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ല. അവനെപ്പോലെ അതേ രോഗമുള്ളതായ വ്യക്തികളുടെ കൂടെയാണ് അവൻ്റെ വാസം. ഇതാണ് കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ്റെ അവസ്ഥ. നമ്മളിൽ പലരും ഇതുപോലെയുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ കുഷ്ഠരോഗമല്ല, ഇന്ന് കുഷ്ഠരോഗം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ കുഷ്ഠരോഗമല്ല, മറ്റു പലതുകൊണ്ടും മനുഷ്യരുടെ മുമ്പിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാതെ, മനുഷ്യരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അന്തർമുഖരായി പോകുന്ന അനേകം ആളുകളുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ തന്നെത്താനൊന്ന് കടന്നു ചെല്ലുവാൻ ധൈര്യമില്ലാത്ത വ്യക്തികൾ. നല്ല ആരോഗ്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ബന്ധുജനങ്ങളൊക്കെയുമുണ്ട്, സമൂഹത്തിൽ നല്ല സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ആളുകളുടെ മുന്നിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുവാൻ, ആളുകളോട് സംസാരിക്കുവാൻ കെൽപ്പില്ലാത്തതായ, മനസ്സിന് ബലമില്ലാത്തതായ, അന്തർമുഖരായി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നതായ ആളുകൾ ധാരാളമുണ്ട്. ഇനി അതല്ലെങ്കിൽ ജീവിതത്തിലെ ചില ദുരിതങ്ങൾ, ജീവിതത്തിലെ ചില കഷ്ടപ്പാടുകൾ, ജീവിതത്തിൽ വന്നതായ ചില കടഭാരങ്ങൾ, അനേകരോട് കടം മേടിക്കേണ്ടതായി വന്നു. ഒരുപക്ഷെ രോഗം വന്നിട്ടായിരിക്കാം, ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, പല രീതിയിലുള്ളതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം മേടിച്ചു. ഒരു സമയം വന്നപ്പോൾ അത് തിരികെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയം വെച്ചുകൊണ്ടാണ് അത് തിരികെ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് മേടിച്ചത്. പക്ഷേ സാധിക്കുന്നില്ല, സാഹചര്യങ്ങൾ അനുകൂലമാകുന്നില്ല, കടം കൂടിക്കൂടി വരുന്ന അനുഭവം, പലിശ അത് കൊടുത്ത് മടുത്തതായ ഒരനുഭവം. അങ്ങനെ വരുമ്പോൾ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടാകും, മനുഷ്യരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ കടം മേടിച്ച വ്യക്തിയെ കാണുമ്പോൾ അവരെ കാണാതിരിക്കാൻ ആഗ്രഹിച്ചു പോകും. അങ്ങനെയുണ്ട് മനുഷ്യർ. ദൈവമക്കളെ, ഇങ്ങനെ പലതരത്തിൽ മനുഷ്യരോട് ഇടപെടാൻ കഴിയാതെ അന്തർമുഖരായോ മനസ്സും അടുത്തോ ജീവിക്കുന്ന ആളുകളുണ്ട് ധാരാളം നമ്മുടെ ഇടയിൽ. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അവർക്കെല്ലാം ധൈര്യമായി കടന്നു വരാവുന്ന ഒരിടമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയാണ്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ, യേശുവിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നാൽ അവിടെ ഒരു പരിഹാരമുണ്ട്. ഒരു മനുഷ്യൻ്റെയും അടുക്കിലേക്ക് ചെല്ലാൻ ഇവൻ അനുവാദമില്ല, ഇവൻ കുഷ്ഠരോഗിയാണ്. എന്നാൽ അവൻ യേശുവിനെ കണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ ചെല്ലുകയാണ്. അവന് നല്ല ഉറപ്പുണ്ട് യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന്. കാരണം ഒരുപക്ഷെ അവൻ ഇതിനു മുമ്പ് യേശുവിനെ കുറിച്ച് കേട്ട് കാണും. അതുകൊണ്ടായിരിക്കാം അവൻ എങ്ങനെയോ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. അവന് യേശുവിനെ കാണണമെന്നും യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം കിട്ടുമെന്നും അവന് നല്ല ഉറപ്പുണ്ട്. കാരണം യേശു സൗഖ്യം തരുവാൻ കഴിവുള്ളവനാണ്, യേശു ദൈവപുത്രനാണ് എന്നുള്ളതായ വിശ്വാസം ഒരുപക്ഷെ അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്ന ഒരു വാക്കുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. മനുഷ്യന് യേശുവിനെ കണ്ട് കവിണ്ണു വീണു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ കഴിയും എന്ന് പറഞ്ഞാൽ നിനക്ക് സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട്. യേശുവിന് എന്നെ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷെ അതിനുള്ള മനസ്സുണ്ടോ? കാരണം ഞാൻ
മനുഷ്യരുടെ മുന്നിലേക്ക് വരാൻ വിലക്ക് കൽപ്പിക്കപ്പെട്ടവനാണ്. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നെപ്പോലെയുള്ള ഒരാളെ യേശു സൗഖ്യമാക്കുമോ? അതാണ് അവൻ്റെ സംശയം. യേശുവിന് സൗഖ്യമാക്കുവാനുള്ള കഴിവുണ്ട്, യേശുവിൽ അവന് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരാളെ തൊടുകയോ എന്നെപ്പോലെയുള്ള ആൾക്ക് സൗഖ്യം തരികയോ ചെയ്യുവാൻ യേശുവിന് മനസ്സുണ്ടാകുമോ? ഇതായിരുന്നു അവൻ്റെ സംശയം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. 42-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇപ്രകാരമുണ്ട്. യേശു പറയുന്നൊരു വാക്കുണ്ട്, മനസ്സുണ്ട് സൗഖ്യമാകാം. മനസ്സുണ്ട് സൗഖ്യമാകാം. യേശുവിൻ്റെ അടുക്കൽ ആരെല്ലാം കടന്നു വന്നാലും അവരോടെല്ലാം യേശുവിന് പറയാൻ ഒരു വാക്കേ ഉള്ളൂ, മക്കളെ കടന്നു വരിക, എനിക്ക് മനസ്സുണ്ട്. നിങ്ങളൊന്ന് കടന്നു വന്നാൽ മതി, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ ആവശ്യം ഒന്ന് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സാണ്, നിങ്ങൾക്ക് സൗഖ്യം വേണമോ? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, മനസ്സുണ്ട് ശുദ്ധമാകാം. അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് യേശുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി യേശുവിൻ്റെ മുന്നിൽ കവിണ്ണു വീണു. എന്നിട്ടാണ് യേശുവിനോട് പറഞ്ഞത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന്. അപ്പോഴാണ് യേശു പറഞ്ഞത്, മനസ്സുണ്ട് സൗഖ്യമാകാ എന്ന്. അത് പറയുക മാത്രമല്ല, യേശു കൈനീട്ടി ആ മനുഷ്യന്റെ മേലൊന്ന് തൊട്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കുഷ്ഠരോഗിയായ, മറ്റുള്ളവരുടെ മുന്നിൽ വരുവാൻ യാതൊരു അനുവാദവുമില്ലാത്ത തന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയെ യേശു തൊടുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യേശു നമ്മെ ചേർത്ത് നിർത്തുവാൻ, യേശുവിനോട് ചേർത്ത് നിർത്തുവാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഒന്ന് മനസ്സ് വെച്ചാൽ യേശുവിന് പൂർണ്ണ മനസ്സാണ്. നാം ഒന്ന് ഒരു തീരുമാനമെടുത്താൽ നമ്മെ ചേർത്ത് നിർത്തുവാൻ, നമ്മെ തൻ്റെ രാജ്യത്തിലാക്കുവാൻ യേശുവിന് പൂർണ്ണ സമ്മതമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ വാഗൊണ്ട് കൽപ്പിക്കുക മാത്രമല്ല, അവൻ്റെ കൈകൊണ്ട് ഈ മനുഷ്യനെ തൊട്ടു. ദൈവമക്കളെ, ആ കുഷ്ഠരോഗിയെ തൊട്ടു, സൗഖ്യമാകാ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കുഷ്ഠരോഗം മാറി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ആരാണ് ഭാരത്തോടെ ഇരിക്കുന്നവരെ, സങ്കടത്തോടെ ഇരിക്കുന്നത്? ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാലും പ്രയാസങ്ങളാലും കുടുംബത്തിലെ അസമാധാനത്താലും വലയുന്നവരാരാണുള്ളത്? യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. യേശുവിന് സൗഖ്യമാക്കുവാൻ, ആ പ്രശ്നം പരിഹരിക്കുവാൻ യേശുവിന് സമ്മതമാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ യേശുവിന് സമ്മതമാണ്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ യേശുവിനോട് പറയുമ്പോൾ അത് സാധിപ്പിച്ചു തരുവാൻ കർത്താവായ യേശുവിന് സമ്മതമാണ്. പക്ഷേ നാം യേശുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ടോ? യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് വന്നാൽ, നാം ഒരു സ്റ്റെപ്പ് വെച്ചാൽ 2 സ്റ്റെപ്പ് 10 സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് നമ്മൾ മനസ്സ് വെക്കാറുണ്ടോ? ഒന്ന് പരീക്ഷിച്ച് നോക്കരുതോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഒന്ന് സമർപ്പിച്ച് കൊടുക്കരുതോ? ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. ആ വചനം കേട്ട ദിവസം തന്നെ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ഒരു ദൈവമെന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ട് കൊടുത്തതല്ല, ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടൊന്നും കൊടുത്തതല്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ജീവിതം സമർപ്പിച്ചു. ഞാൻ ഒരു വാക്ക് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു എൻ്റെ ജീവിതത്തെ ഏറ്റെടുത്തു. ഞാൻ നനച്ചതിലും വിചാരിച്ചതിലും ഉപരിയായി സകല മേഖലകളിലും കർത്താവായ യേശു ക്രിസ്തു എന്നെ നടത്തി. തകർന്നുപോയ ജീവിതത്തിൽ നിന്ന്, എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന്, നിരാശമുറ്റി ആത്മഹത്യ മാത്രമേ മാർഗമുള്ളൂ, ഇനി മുമ്പോട്ടുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന സമയത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം മനോഹരമായി എന്നെ നടത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതം ഏറ്റെടുക്കും. മാത്രമല്ല, ഇവിടെ കുഷ്ഠരോഗം എന്ന് പറയുന്നു. നമുക്കറിയാം, കുഷ്ഠരോഗം പാപത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പലപ്പോഴും പഴയ നിയമത്തിൽ കണക്കാക്കുന്നത്. പാപകുഷ്ഠം എന്നാണ് ഒരു പക്ഷേ കുഷ്ഠത്തെക്കുറിച്ച് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ദൈവമക്കളെ, വാസ്തവത്തിൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ കുഷ്ഠം എന്ന് പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഈ പാപകുഷ്ഠമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നതും ഈ പാപകുഷ്ഠമാണ്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലുള്ളതായ പാപം, നമ്മുടെ ജീവിതത്തിലുള്ളതായ പാപം, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടേണ്ടത്. അതിനെന്താണ് പരിഹാരം? അതും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ കൈകളിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യർ ഇന്ന് തകർന്ന് തരിപ്പണമായി പോകാൻ കാരണം എന്താണ്? അസമാധാനത്തിൻ്റെ ശരിയായ കാരണം എന്താണെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി പിടികിട്ടുന്ന കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പാപമാണ് പലപ്പോഴും നമ്മുടെ അസമാധാനത്തിന് കാരണം. നമ്മുടെ ചില പിടിവാശികൾ, നമ്മുടെ ചില ചിന്താഗതികൾ, നമ്മുടെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ, നമ്മൾ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നതായ, ദൈവത്തെ നിഷേധിക്കുന്നതായ പാപം എന്ന് പറയുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്.
അതാണ് മനുഷ്യനെ ഇന്ന് അസമാധാനത്തിലേക്ക് നയിക്കുന്നത്. പാപം ജീവിതത്തിലേക്ക് വരുമ്പോൾ പിശാച് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു, മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ പിന്നെ ആ മനുഷ്യനെ അസമാധാനം കൊണ്ട്, രോഗം കൊണ്ട്, പലതരത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട് വലയ്ക്കുകയാണ്. ദൈവം ഒരു മനുഷ്യനെയും വലയ്ക്കുന്നില്ല, ദൈവം ഒരു മനുഷ്യനെയും പരീക്ഷിക്കുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യന് സൗഖ്യം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം മനുഷ്യന് വിടുതൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പിശാച് ഇതിൻ്റെ നേരെ എതിരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവമക്കളെ, ഒന്ന് തിരിഞ്ഞു നോക്കുക, നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുക. ഇന്ന് നമ്മുടെ അസമാധാനത്തിൻ്റെ കാരണം എന്താണ്? ഇന്ന് നമ്മുടെ അസന്തുഷ്ടിയുടെ കാരണം എന്താണ്? ഇന്ന് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന പല രോഗങ്ങളുടെയും കാരണം എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, പല പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പാപകുഷ്ഠം ഹൃദയത്തിൽ കയറിയത് കൊണ്ടാണ് പല രോഗങ്ങളായി ശരീരത്തിൽ വരുന്നു, അസമാധാനമായി ഹൃദയത്തെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു, സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതം. കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് സമാധാനത്തോടെ കൂടുമ്പോൾ ഇമ്പകരമായ ഒരു അനുഭവമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? അതോ അസമാധാനമാണോ? ഒരുപക്ഷെ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അവൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ്, അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ്. അവൻ്റെ ഭാര്യയോട്, അവളുടെ ഭർത്താവിനോട്, അപ്പനോട്, അമ്മയോട്, മക്കളോട് എല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഇന്ന് പലർക്കും അത് ലഭിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ കാരണം? ആ കുടുംബത്തിൽ പിശാച് കയറിയിട്ടുണ്ട്, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാച് കയറിയിട്ടുണ്ട്, അവരെ പാപത്തിലേക്ക് വീഴ്ചിട്ടുണ്ട്. ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ. ദൈവമക്കളെ, ഇതെല്ലാമാണ് ഇന്ന് അസമാധാനത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഈ പാപ കുഷ്ഠത്തിന് എന്താണ് ഒരു പരിഹാരം? അതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലല്ലാതെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപത്തിന് പരിഹാരമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിതൊന്ന് അനുഭവിക്കണമെന്നാണ് എൻ്റെ എളിയ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. ഒരു മനുഷ്യന് സമാധാനത്തിൻ്റെ കാരണം ഹൃദയത്തിലേക്ക് യേശു വരിക എന്നുള്ളത് മാത്രമാണ്. യേശു ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പാപം മാറണം. ഇത് ദൈനംദിനം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ മാറിക്കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ളതായ പാപ സ്വഭാവങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറിക്കിട്ടുമെന്നല്ല പറഞ്ഞത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ പ്രകടമായ പാപ സ്വഭാവങ്ങൾ ഒറ്റ നിമിഷം മാറിപ്പോകും, യാതൊരു സംശയവുമില്ല. സിഗരറ്റ് വലിക്കുന്ന, ബീഡി വലിക്കുന്ന ദുസ്വഭാവമുള്ള മനുഷ്യൻ, ഒരു ദുശീലമുള്ള മനുഷ്യൻ, അവൻ യേശുവിന് ജീവിതം സമർപ്പിച്ചാൽ അപ്പോൾ തീരുമത്. മദ്യത്തിന് അടിമയായിരിക്കുന്ന ഒരു വ്യക്തി, അവന് യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചാൽ അന്ന് തീരും അവൻ്റെ മദ്യപാനം. പിന്നീട് അവന് മദ്യത്തോട് താല്പര്യമേ വരികയില്ല. അത് കാണുമ്പോൾ അവന് വെറുപ്പ് വരും. അത് വിൽക്കുന്നതായ ശാലയുടെ മുമ്പിലൂടെ പോകുമ്പോൾ ആ മനുഷ്യന് വെറുപ്പ് വരും. കാരണം അവൻ്റെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരികയാണ്, അവൻ്റെ ഹൃദയത്തിൽ സമാധാനം കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പാപമാണുള്ളത്? കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാണോ? ദൈവമക്കളെ, ഹൃദയത്തിലുള്ള അസൂയ, പക, പിണക്കം, ദ്വന്ദ്വപക്ഷം, വഴക്കുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ, ഞാൻ വേദപുസ്തകത്തിൽ പറയുന്ന പാപത്തിൻ്റെ ലിസ്റ്റ് എല്ലാം ഒന്നും പറയുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അസമാധാനത്തിൻ്റെ കാരണം ഈ ഹൃദയത്തിൽ മറ്റുള്ളവരോട് നിറഞ്ഞു നിൽക്കുന്ന കയ്പ്, മറ്റുള്ളവരോടുള്ളതായ വിരോധം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ രോഗമുണ്ടാകുന്നതിന്, ശരീരത്തിൽ പോലും രോഗമുണ്ടാകുന്നതിന് കാരണമായി തീരുന്നു. മനസ്സ് ഇടിയുന്നതിന് കാരണമായി തീരുന്നു. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നു, കാരണം അവരോട് അസൂയ നിൽക്കുന്നു. എനിക്ക് ലഭിക്കാത്തത് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതായ ചിന്ത. ദൈവമക്കളെ, ഇതെല്ലാം ഒന്ന് മാറി നമ്മുടെ ഹൃദയം ഒന്ന് തെളിഞ്ഞ് യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു നിർമ്മല ഹൃദയമായി മാറുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, യേശുവിന് മനസ്സാണ്, യേശുവിനത് മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചാൽ ഈ ഒരു അനുഭവം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഞാൻ അല്പം രുചിച്ചുകൊണ്ടും അല്പം അനുഭവിച്ചുകൊണ്ടും തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 19-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അന്ന് ആ സമയം വരെ എൻ്റെ ഹൃദയത്തിൽ അനേക വേണ്ടാദിനങ്ങളുണ്ടായിരുന്നു. അനേക വേണ്ടാത്ത കാര്യങ്ങളുടെ ചിന്തയും വേണ്ടാത്ത കാഴ്ചകളും എല്ലാം കണ്ട് വേണ്ടാത്ത പ്രവൃത്തികളിലെല്ലാം ഏർപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അന്ന് യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചപ്പോൾ, എൻ്റെ ആ ദൈവവചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായി എനിക്കൊരു ബോധ്യം കിട്ടി. ഞാൻ ജീവിതത്തിൽ മാറ്റേണ്ട കുറേ പാപങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ യാത്ര പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ദൈവമക്കളെ, അങ്ങനെ അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ചില ക്രമങ്ങൾ വരുത്തുവാൻ, ചില നീക്കുപോക്കുകൾ വരുത്തുവാൻ,
ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളവരുടെ അടുക്കൽ ചെന്ന് ക്ഷമ ചോദിക്കുവാൻ, എൻ്റെ സ്വന്തം മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുവാൻ, എൻ്റെ സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കുവാൻ, തെറ്റുപറ്റിയാൽ എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിക്കുവാൻ, ഒരു വാക്കിലൊരു തെറ്റുപറ്റിയാൽ അപ്പോൾ എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിക്കുവാൻ, എൻ്റെ മക്കളോട് പോലും ക്ഷമ ചോദിക്കുവാൻ മടിയില്ലാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം മാറ്റി. ദൈവത്തിന് സ്തോത്രം. എന്ത് സമാധാനമാണ്, എന്ത് സന്തോഷമാണ്, എന്ത് ഐശ്വര്യമായിട്ട് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് വേണമോ? ദൈവമക്കളെ, ഇവിടെ ആ കുഷ്ഠരോഗിയായ മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തു സൗഖ്യം കൊടുത്തു. യേശു പറയുന്നു, എനിക്ക് മനസ്സാണ്. അവനെ തൊട്ടു. കർത്താവായ യേശു ക്രിസ്തു ആരും തൊടാത്ത മനുഷ്യനെ, ആരും തൊടാൻ മടിക്കുന്നതായ മനുഷ്യനെ, ആരും അടുക്കാൻ മടിക്കുന്നതായ ആ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു കൈകൊണ്ട് തൊട്ടു. ദൈവമക്കളെ, ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും, നമ്മൾ ഏതെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജീവിതം നയിക്കുന്നവരാണെങ്കിലും, ആർക്കും അടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഉപേക്ഷിക്കുകയില്ല. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ, യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഉയർത്തും. യേശു ക്രിസ്തു നമ്മെ വളർത്തും, സമാധാനം കൊണ്ട് നിറയ്ക്കും. ഭൗതികമായും ആത്മീകമായും കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഉയർത്തും. ഈ അനുഭവം നിങ്ങൾക്ക് വേണമോ? അങ്ങനെ അവന് സൗഖ്യം കിട്ടി. സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, മോനെ, നീ ഇത് മറ്റാരോടും പറയരുത്. നീ ഒരു കാര്യം ചെയ്യുക, നീ ദൈവാലയത്തിലേക്ക് ചെന്ന് അവിടെ മഹാപുരോഹിതന് നിന്നെ തന്നെ കാണിച്ച്, അത് മോശ ലേവ്യ പുസ്തകത്തിൽ 13-14 അധ്യായത്തിൽ പറയുന്നത് പോലെയുള്ള ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീ ചെയ്യുക. നീ ചെന്ന് ആദ്യം ദൈവാലയത്തിൽ സാക്ഷ്യം പറയുക, പുരോഹിതന്മാരോട് സാക്ഷ്യം പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശു സൗഖ്യം കൊടുത്ത ഒരു മനുഷ്യനെ പിന്നെ ദൈവാലയത്തിലേക്ക് പറഞ്ഞു വിടേണ്ട കാര്യം എന്താണുള്ളത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ദൈവമക്കളെ, എല്ലാം നമുക്ക് ആവശ്യമാണ്. ദൈവവചനം കേൾക്കുന്നു, പള്ളിയും പട്ടക്കാരും ഒന്നും ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ആ ഒരു വാക്കും കൂടെ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ദേവാലയത്തിൽ പോകാറില്ല. കാരണം ഞാൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. ഞാൻ സൺഡേ സ്കൂൾ പഠനം 9ാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയ ഒരു വ്യക്തിയാണ്. പിന്നെ പള്ളിയും പട്ടക്കാരും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം അതൊക്കെ തട്ടിപ്പാണെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ വചനം കേട്ട് യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദൈവാലയത്തിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലായത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും വേദപുസ്തക പ്രകാരമുള്ളതായ അർത്ഥം എനിക്ക് മനസ്സിലായത്. ദൈവമക്കളെ, തുടർന്ന് ഞാൻ പിന്നീട് ദൈവാലയത്തിൽ പോകാനും എൻ്റെ ഇടവകയോട് ചേർന്ന് നിൽക്കുവാനും ആ പള്ളിയോടും പള്ളിയെ വേണ്ടതായ കാര്യങ്ങളെല്ലാം ഇടപെടാനും സ്വർഗത്തിൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ യേശു അവനോട് ഒരു വാക്കോടെ പറഞ്ഞിരുന്നു, നീ മറ്റുള്ളവരോട് ഇത് പറയരുത്, മറ്റാരോടും ഇത് പറയരുത്. അവൻ എന്ത് ചെയ്തു? അവന് കിട്ടിയതായ വലിയൊരനുഭവമല്ലേ, അവനത് ആ നാട് മുഴുവൻ പരത്താൻ തുടങ്ങി. ദൈവമക്കളെ, എന്ത് സംഭവിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിന് പിന്നെ ആ പട്ടണത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെയായിപ്പോയി. യേശുവിന് നിർജ്ജന പ്രദേശത്തൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. ഇത് മുന്നമേ കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, മോനെ, നീ ഇത് മറ്റാരോടും പറയരുത്. കാരണം എനിക്ക് കുറച്ചുകൂടി ശുശ്രൂഷകൾ ഇവിടെ ചെയ്യാനുണ്ട്, കുറേ പേരെ കൂടി എനിക്ക് സൗഖ്യമാക്കാനുണ്ട്. പക്ഷേ അവൻ്റെ ആ എടുത്തുചാട്ടം മുഖാന്തിരം ദൈവമക്കളെ എന്ത് സംഭവിച്ചു? കർത്താവിന് അധികം ഒന്നും അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്, തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് നിങ്ങൾ അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരുന്നുകൊണ്ട്, അവൻ നമ്മളെ ഉയർത്തുന്ന സമയത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വേലക്കാരായി നമുക്ക് മാറാം. സ്വന്തം വേലക്കാരായിട്ടല്ല, സ്വന്തം ഇഷ്ടത്തിന് വേല ചെയ്യുന്നവരായിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ശുശ്രൂഷകൾ ചെയ്യുന്നവരായിട്ടല്ല, എൻ്റെ ഇഷ്ടം നടക്കണം, ഞാൻ പറയുന്നത് പോലെ നടക്കണം എന്ന് ചിന്തിക്കുന്നവരായിട്ടല്ല, യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം നടക്കണം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിക്കണം, യേശുക്രിസ്തുവിൻ്റെ വേല എന്നിലൂടെ നടക്കണം. അതിനെന്ത് ചെയ്യണം? ഞാൻ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കണം, ഞാൻ യേശുവിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിക്കണം. യേശുവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ച ദൈവമക്കളുടെ കാൽ കീഴിലിരുന്ന് അവർ പറയുന്ന വചനം നമ്മൾ കേൾക്കണം, അനുസരിക്കേണ്ടവരെ നമ്മൾ അനുസരിക്കണം. ദൈവ വചനപ്രകാരം അനുസരണമുള്ളവരായി നമുക്ക് മാറണം. ദൈവമക്കളെ, എൻ്റെ കണ്ണുകളെ തുറന്നു തന്ന ഒരു വേദഭാഗമാണിത്. നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ വേലക്കാരായി, യേശുവിൻ്റെ ഹിതപ്രകാരമുള്ള വേലക്കാരായി, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരായി നമുക്ക് മാറാം. സ്വന്തം ഇഷ്ടപ്രകാരമുള്ളവരല്ല, സ്വന്തം ഇഷ്ടപ്രകാരം വേല ചെയ്യുന്നവരായിട്ടല്ല, യേശുവിൻ്റെ ഹിതപ്രകാരം വേല ചെയ്യുന്നവരായി. യേശുക്രിസ്തു തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന്, തക്ക സമയത്ത് അവൻ പറയുന്ന സ്ഥലത്ത് സാക്ഷ്യം പറയുവാൻ, തക്ക സമയത്ത് അവൻ പറയുന്നിടത്ത് വചനം പറയുവാൻ, തക്ക സമയത്ത് അവൻ പറയുന്ന ഭവനങ്ങളിൽ പോയി യേശുവിനെ കുറിച്ച് പറയുന്നവരായി, അങ്ങനെ യേശുവിൻ്റെ ഹിതപ്രകാരം വേല ചെയ്യുന്നവരായി നമുക്ക് മാറാം. അതിന് ഒരു സമർപ്പണം എടുക്കുവാൻ, നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ അടിമയായി സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ ഹിതപ്രകാരം വേല ചെയ്യുന്നവരായി
അവിടുത്തെ ഹൃദയപ്രകാരം ജീവിക്കുന്നവരായി, അവിടുത്തെ ഇഷ്ടപ്രകാരം പാപത്തിന്മേൽ ജയം നേടി കർത്താവെ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുന്നവരായി നിൽപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ഭാഗ്യം നൽകണമേ. തീരുമാനമെടുത്ത ഓരോരുത്തരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. സകലവും അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ.